ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് തീമിൽ കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഹെയർ ബാൻഡാണ്. ഇത് ചെയ്യാനായി മെയിനായിട്ട് ഫോം ഷീറ്റാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറും ഗ്രീൻ കളറുമുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ ഫോം ഷീറ്റിൽ 2 ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ 2 ചെറിയ സർക്കിൾസ് വെച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ സർക്കിൾസ് ഒന്ന് വലുത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗം വിട്ടിട്ട് 2 പോർഷൻസിൻ്റെ അവിടെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗമ്മ് വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഹെയർ ബാൻഡ് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നതും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ റെഡ് കളർ ഹെയർ ബാൻഡ് ആയതുകൊണ്ട് അതങ്ങനെ ചെയ്തില്ല എന്ന് മാത്രം. സെൻറ്ററിൽ നന്നായിട്ട് പശ തേക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലാണ് നന്നായിട്ട് ഒട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് റെഡ് ഫോം ഷീറ്റാണ് കേട്ടോ. അതിനായി നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വെട്ടിയെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഈ ബോർഡ് ബാക്ക് വശത്ത് നന്നായി പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ബോർഡ് സെൻറ്റർ ഭാഗം ഒന്ന് കവർ ചെയ്യാനായി വൈറ്റ് ഫോം ഷീറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗം വെച്ചിട്ട് ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ബോർഡ് ബാക്ക് വശത്ത് ഒരു ചെറിയ ക്യാൻവാസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നേരെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ 2 ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് താഴ്ത്തി ഒട്ടിച്ച് കൊടുക്കാതിരിക്കുക. അങ്ങനെ നമുക്കൊരു ക്യൂട്ട് ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിക് ടാക്ക് സ്ലൈഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റിൽ സ്റ്റാർ ഷേപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഗം വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് സ്ലൈഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ സ്റ്റാറിലും നിങ്ങൾക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ ബ്ലാക്ക് കളറുള്ള ടിക് ടാക്കാണ് ഉള്ളതെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റോൺ ഒട്ടിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ടിക് ടാക്കൊക്കെ കൂടുതൽ സെയിലാവും കേട്ടോ. കാരണം ഇത് ചെറിയവർ മാത്രമല്ല വലിയവർ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിക് ടാക്കാണ് കേട്ടോ ഇത്. ഇനി മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷേപ്പിൽ 2 എണ്ണം വെട്ടിയെടുക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ 2 ഭാഗത്തുനിന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സെൻറ്ററിൽ നന്നായി പശ തേച്ചിട്ട് ആ ഷേപ്പ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ മടക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് ഫോം ഷീറ്റാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം വൈറ്റ് ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ചെറിയ കഷ്ണം ഒരു ക്യാൻവാസ് എടുക്കുക. ബോർഡ് ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഫ്ലവർ ബണ്ണാണ്. അതിനായിട്ട് റെഡ് കളർ സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. വീതി 2.5 ഇഞ്ചും നീളം ഒരു 70 സെൻറ്റിമീറ്ററൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അവസാനം ഫ്ലവർ ഷേപ്പ് ആക്കി എടുക്കുകയാണ്.
അവസാനം വിട്ടു പോരാത്ത രീതിയിൽ നന്നായിട്ട് തുന്നിയെടുക്കണം. തുന്നിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതളുകളൊക്കെ നന്നായിട്ടൊന്ന് ശരിയാക്കി കൊടുക്കുക. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ബണ്ണ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് 2 റൗണ്ട് ഷേപ്പിലുള്ള ക്യാൻവാസിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ഒരു ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുക, ശേഷം ബണ്ണും രണ്ടാമത്തെ ക്യാൻവാസും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.